ഹായ്, ഇന്നത്തെ ടോപ്പിക് സെപ്പറേഷൻ സ്റ്റേജിനെ പറ്റിയാണ്. അങ്ങനെ ചലഞ്ച് ഫേസിന് ശേഷം നാലാമത് വരുന്ന സ്റ്റേജാണ് സെപ്പറേഷൻ സ്റ്റേജ്. ചലഞ്ച് ഫേസിൽ DM തൻ്റെ സോളിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ DFൽ പ്രതിഫലിച്ച് കാണുമ്പോൾ DFൽ നിന്ന് ഓടിപ്പോകാൻ നോക്കുന്നു. അതുപോലെ DFൻ്റെ തീവ്രമായ സ്നേഹം DMനെ താങ്ങാനാവാത്ത ഒരവസ്ഥ വരുന്നു. അത് DFനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് DM ചിന്തിക്കുന്നത്, ഒരാളെ ഇത്രത്തോളം സ്നേഹിക്കാൻ മറ്റൊരാൾക്ക് കഴിയുമോ? എൻ്റെ ലൈഫിൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനി അവളുടെ സ്നേഹം ഫേക്കാണെങ്കിലോ? പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല ഇതുവരെ. ഇനി ആ സ്നേഹം സത്യമാണെങ്കിൽ തന്നെ ഒരു സാധാരണ മനുഷ്യനായ ഞാൻ ഇതിനൊക്കെ അർഹനാണോ? അതുപോലെ എനിക്കറിയാം ഈ റിലേഷൻ ഒരു സ്കോപ്പും ഇല്ല എന്ന്. എന്നിട്ടും ഞാൻ അവളെ ഇനിയും ആശിപ്പിച്ചാൽ, വാഗ്ദാനങ്ങൾ കൊടുത്താൽ അവളുടെ ജീവിതം തന്നെ നശിക്കുന്നതിന് തുല്യമല്ലേ? എന്തിനാ ഞാനായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവളൊരു പാവമല്ലേ? ഇങ്ങനെയൊക്കെയാണ് DM ചിന്തിച്ചു കൂട്ടുന്നത്. ഇങ്ങനെയൊക്കെ DM ചിന്തിക്കുന്നത് പുള്ളി സ്പിരിച്വലി അവേക്കൻഡ് അല്ലാത്തത് കൊണ്ടാണേ. അതുപോലെ ഇല്ല, ഇനി ഞാൻ അവളെ ചതിക്കില്ല എന്നൊക്കെ തീരുമാനിച്ചിട്ട് ഒരുപാട് വേദനയോടുകൂടി DM ഈ റിലേഷനിൽ നിന്നും മാറിപ്പോകുന്നു. ഇവിടെ ശരീരം മാത്രമേ മാറിപ്പോകുന്നുള്ളൂ, സോൾ ടു സോൾ കണക്ഷൻ അപ്പോഴും ഉണ്ട് കേട്ടോ. ഇനി എങ്ങോട്ടാണ് DM പോകുന്നത്? DM അവൻ്റെ റിയാലിറ്റിയിലേക്കാണ് തിരിച്ചു വരുന്നത്. അതായത് മാരീഡ് അല്ലാത്ത DM ആണെങ്കിൽ അവൻ്റെ പേരൻസ്, സഹോദരങ്ങൾ, ജോബ്, ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് അവൻ്റെ റിയാലിറ്റി. DM മാരീഡ് ആണെങ്കിൽ അവൻ്റെ ഫാമിലി, പാർട്ട്ണർ, ജോബ്, ചൈൽഡ്, ഇതൊക്കെയാണ് അവൻ്റെ റിയാലിറ്റി. ഈ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ DFനെ ഓർത്തിങ്ങനെ താങ്ങാനാകാത്ത സങ്കടം ഉണ്ടാകും. ഈ സങ്കടങ്ങൾ മറക്കാനായിട്ട് DM എപ്പോഴും എൻഗേജ്ഡ് ആകാൻ നോക്കും. ഒരു നിമിഷം പോലും മൈൻഡിനെ ഇങ്ങനെ ഫ്രീ ആക്കി വിടില്ല. ഞാൻ എൻ്റെ റിയാലിറ്റിയെ തന്നെയാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്, ഇവിടെ തന്നെയാണ് എൻ്റെ കംഫർട്ട് സോൺ എന്നൊക്കെയാണ് DM ചിന്തിക്കുന്നത്. DF ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിലും DFനെ പറ്റി ഓർക്കാൻ ശ്രമിക്കാറേ ഇല്ല. അങ്ങനെ DM പോയി. ഇത്രയും സ്നേഹിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ DM പോകുമ്പോൾ ആ DFൻ്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവൾ ആകെ തകരുന്നു. ഒരുപാട് കോൾ ചെയ്യുന്നു, DM എടുക്കില്ല. അവൾ ഒരുപാട് മെസ്സേജ് ചെയ്യുന്നു, സീൻ ചെയ്താലും ഒരു റിപ്ലൈ പോലും തിരിച്ചു കൊടുക്കത്തില്ല. ചില DMs DFനെ ബ്ലോക്കാക്കി വിടുന്നു. ചില DMs ബ്ലോക്ക് ആക്കത്തില്ല, മറിച്ച് കോൾ കണ്ടാലും മെസ്സേജ് കണ്ടാലും സൈലൻ്റായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇവിടെ DF DMനെ ഫോളോ ചെയ്യുന്നു, DM ഓടുന്നു. DF എത്രത്തോളം ഫോളോ ചെയ്യുന്നു അത്രത്തോളം DM ഓടിക്കൊണ്ടിരിക്കും. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു സ്റ്റേജാണ് റണ്ണർ ചേസർ ഫേസ് അല്ലെങ്കിൽ സെപ്പറേഷൻ സ്റ്റേജ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.